ഞാൻ എവിക്റ്റായി. എന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോ ഞാൻ സംസാരിക്കുമ്പോ ഒരു തരി കോൺഫിഡൻസ് എന്നിൽ നിന്ന് കുറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടില്ല. സിന കണ്ടോ? ഇല്ല. അപ്പൊ അതാണ് സംഭവം. തന്റെ പേരെന്താ പറഞ്ഞു? നന്ദു. ഓക്കെ. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ച് കിട്ടിയ ഒരു പ്ലാറ്റ്ഫോമാണ്. എനിക്ക് എന്തും കിട്ടുന്നത് ബോണസാണ്. കപ്പടിക്കാൻ പോയവന് തന്നെയാണ്. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങളാൽ അത് അങ്ങനെ സംഭവിച്ചു. അത് വൈൽഡ് കാർഡ് എൻട്രി പ്രതീക്ഷിക്കുന്നുണ്ടോ? എനിക്ക് ഒന്നും അറിയില്ല. നിങ്ങൾ പ്രതീക്ഷിക്കുന്നോ? എനിക്ക് അതൊന്നും അറിയില്ല. വൈൽഡ് കാർഡ് എൻട്രി പ്രതീക്ഷിക്കുന്നു അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് കിട്ടിയ ഒരു അവസരം നന്നായി യൂസ് ചെയ്തു. ഇനിയും എനിക്ക് വല്ല അവസരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നന്നായി യൂസ് ചെയ്യും. അത് കളി മാറ്റി പിടിക്കലിന്റെ എക്സ്ട്രീം ഇടും. ഞാൻ തന്നെ പറഞ്ഞു കളിക്കണതിന്റെ ഭാഗമായിട്ട് ഞാനും ജിൻഡോം കൂടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ഈ ആഴ്ച ഞാൻ ഹ്യൂമർ ട്രാക്ക് പിടിക്കാനുള്ള പരിപാടിയായിരുന്നു. പ്രേക്ഷകരെ മൊത്തം പോക്കറ്റിലാക്കി എന്നെ ഹൃദയത്തെ ഏൽക്കുന്ന തരത്തിലുള്ള കളികൾ കളിക്കാൻ ഞാൻ മനസ്സുകൊണ്ട് പ്രിപ്പയർഡ് ആയിരുന്നു. ജിൻഡോന് ഞാനും കൂടിയിട്ട് ഒരു കളി കളിക്കാനുള്ള പരിപാടിയായിരുന്നു. അത് കുറെ സിനിമകളിലെ ആ ഒരു സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് അത് കാണാം. പക്ഷെ അത് എൻജോയബിൾ ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. കാരണം ജിൻഡോ എനിക്ക് അത്രയും നല്ലൊരു വേണ്ടപ്പെട്ട ഒരാളായിരുന്നു. ജിൻഡോ എന്റെ കൂടെ നിൽക്കുന്ന ആളായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ പോകുന്നപ്പോ ഏറ്റവും കൂടുതൽ കരഞ്ഞത് ജിൻഡോ ആണ്. പക്ഷെ ഞാൻ അവിടെ ഓരോ കണ്ടസ്റ്റന്റിനെയും അത് ടെലികാസ്റ്റിംഗിന് വന്നോന്ന് എനിക്കറിയില്ല. ഞാനൊരു ഗെയിമറാണ്. ഞാൻ ഗെയിം ചെയ്യാൻ വേണ്ടിട്ട് പോയതാണ്. 19 പേരും എനിക്ക് എതിരാളികളാണ്. താനിപ്പോ ഗെയിം കളിക്കുന്നത് മോശമായി പോയാൽ ഞാൻ അവിടെ ചെന്നിട്ട് താൻ ഗെയിം കളിക്കുന്നത് മോശമാണ്, താനൊന്ന് നന്നാവെന്ന് പറയേണ്ട കാര്യം എനിക്കില്ല. പക്ഷെ ഞാൻ അവരെ മോട്ടിവേറ്റ് ചെയ്തു. എന്തുകൊണ്ട്? എനിക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. എനിക്ക് തന്നെ മോട്ടിവേറ്റ് ചെയ്ത് താൻ എന്റെ തലയിൽ കയറി നിരങ്ങണം. അപ്പോഴാണ് എനിക്ക് തന്നെ വെട്ടി വീഴ്ത്താൻ പറ്റുള്ളൂ. ആ ഗെയിം സ്ട്രാറ്റജി ഇതുവരെ ആരെങ്കിലും ചെയ്തതായിട്ട് എനിക്കറിയില്ല. ഉണ്ടോ ഇയാള്? അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഫൈറ്റ് ചെയ്ത് ഒരു വേറെ തരത്തിലുള്ള ഗെയിം സ്ട്രാറ്റജി ആയിരുന്നു. പാളിപ്പോയി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പാളിപ്പോയെങ്കിൽ ഇക്കണ്ട ക്യാമറകൾ എന്റെ മുമ്പിൽ വരില്ലായിരുന്നു. പാളിപ്പോയി എന്ന് വിചാരിക്കുന്നില്ല. ഇനി എന്റെ ചേട്ടന്മാര് പറയുന്നു സോഷ്യൽ മീഡിയയിൽ ഒരുപാട് തരംഗം സൃഷ്ടിച്ചു. ഒരാഴ്ച കൊണ്ട് ഞാൻ ഗെയിം അതായത് ഞാൻ അവിടെ കടന്ന അന്ന് മുതൽ ഗെയിം കളിക്കാൻ തുടങ്ങിയതാണ്. സാധാരണ ആൾക്കാര് 4 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞ ആൾക്കാരെ പഠിച്ചിട്ട് ഗെയിം കളിക്കുള്ളൂ.